വെൽക്കം ബാക്ക് ടു സഞ്ജൂസ് വേൾഡ്. അപ്പോൾ നമ്മൾ രാവിലെ 5 മണിക്ക് ജന്തർ മന്ദിറിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് നേരെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് 6 മണിക്ക് റാണി കമലാപതി ശതാബ്ദി എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിൽ നമുക്കൊന്ന് ആഗ്ര ക്യാൻറ്റ് വരെ പോവാം. എന്നിട്ട് ഇന്ന് നമുക്ക് താജ്മഹലിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ ട്രെയിൻ വരിക. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കട്ടെ. ഒരല്പം നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ റാണി കമലാപതി ശതാബ്ദി എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇറങ്ങുമ്പോൾ ഒരല്പം നേരത്തെ തന്നെ ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കുക രാവിലെയാണ്, നേരത്തെ അല്ലേ, ട്രാഫിക് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചാലും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറി നമ്മുടെ സീറ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ടൊന്നിരിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളെ 2 മണിക്കൂർ നേരത്തെ യാത്രക്കൊടുവിൽ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ഒരു ഓട്ടോയിൽ നമ്മൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പലരും പല പൈസയാണ് പറയുക. നിങ്ങളത് ബാർഗെയിൻ ചെയ്തിട്ട് ഏതാണ് അനുയോജ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കയറുകേട്ടാം. അങ്ങനെ നമ്മൾ ഒരു ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതായിരിക്കും കൂടുതലും നല്ലത്. അങ്ങനെ ചെയ്തിട്ടുള്ള ആ ടിക്കറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും ആയിട്ട് ഒരു ID പ്രൂഫും കാണിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കിഴക്കേ കവാടത്തിലൂടെ നമുക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ 3 കവാടങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ കിഴക്കേ കവാടത്തിലൂടെയാണ് കടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തുമായിട്ട് നമുക്ക് ചുവപ്പ് നിറത്തിലുള്ള ഒരുപോലുള്ള കെട്ടിടങ്ങൾ കാണാം. ഇതിൽ ഇടതുവശത്തുള്ള കെട്ടിടത്തിലാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ മറ്റൊരു ഭാര്യയായിട്ടുള്ള സിർഹിന്ദി ബീവിയുടെ ശവശരീരം മറവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള 2 കെട്ടിടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു ചുവന്ന സാൻഡ്സ്റ്റോണിൻ്റെ ഒരു ലോകം എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കടന്ന് താജ്മഹലിൻ്റെ ഗ്രേറ്റ് ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. താജ്മഹലിനെ പോലെ തന്നെ സുന്ദരമായ ഒരു നിർമ്മിതിയാണ് ഇത്. വെളുത്ത മാർബിളും ചുവന്ന സാൻഡ്സ്റ്റോണും സമന്വയിപ്പിച്ച് പേർഷ്യൻ ശൈലിയിൽ തീർത്തിട്ടുള്ള അതുല്യമായ ഒരു കവാടം, ദർവാസ ഇറാവ്സ എന്നാണ് ഇതറിയപ്പെടുന്നത്. 1632 മുതലുള്ള 6 വർഷം കൊണ്ട് പണിതതാണ് ഇത്. താജ്മഹലിൻ്റെ പണികൾ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കവാടത്തിൻ്റെയും പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യമുന നദിക്കരയിൽ 42 ഏക്കറിലായിട്ടാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഉസ്താദ് മുഹമ്മദ് ലഹൌഡിയുടെ നിർദ്ദേശപ്രകാരം 20,000 തൊഴിലാളികൾ വർഷങ്ങളോളം കഠിന പ്രയത്നം ചെയ്തതിൻ്റെ ഫലം. ലോകത്തിനു മുന്നിൽ ഇന്ത്യ കാഴ്ചവെക്കുന്ന ക്ലാസിക് നിർമ്മിതികളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ചിട്ടുള്ള, ഫോട്ടോ എടുക്കപ്പെട്ടിട്ടുള്ള മനുഷ്യനിർമ്മിതി, ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ. അങ്ങനെ നമ്മൾ നടന്ന് താജ്മഹലിൻ്റെ വളരെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക.
ശരിക്കും പറഞ്ഞാൽ ഈ താജ്മഹൽ തറയിൽ നിന്ന് എത്രത്തോളം ഉയരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷൂ ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ തൂണുകൾ ഒരല്പം ചെരുവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ തൂണുകൾ മറിഞ്ഞു വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് താജ്മഹലിൻ്റെ മുകളിലേക്ക് വീഴാതെ മറുഭാഗത്തേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. മുഗൾ രാജവംശത്തിലെ 5ാമത്തെ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ 3ാമത്തെ ഭാര്യയായിരുന്ന മുംതാസിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു ശവകുടീരം. 1631 ഡെക്കാൻ പീഠഭൂമിയിലേക്ക് പടനഴിച്ച ഷാജഹാൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഭാര്യയായ മുംതാസ് കൂടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മുംതാസ് കുഞ്ഞിന് ജന്മം നൽകവേ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യം മുംതാസിൻ്റെ ഖബർ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് സൈനാബാദ് പൂന്തോട്ടത്തിലാണ്. പിന്നീട് താജ്മഹൽ പണി കഴിപ്പിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് അടക്കം ചെയ്തിട്ടുള്ളത്. മുംതാസിൻ്റെ ശവകുടീരത്തിന് കൂടെ തന്നെയാണ് ഷാജഹാൻ്റെയും ശവം അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോൾ അതിനകത്ത് കണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെയാണ് ശരിക്കും അടക്കം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അവിടുന്ന് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയൊന്നും അവരെടുക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാതിരുന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പുറത്തേക്ക് നമ്മൾ എത്തുമ്പോൾ കാണുന്നത് യമുന നദിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ യമുന ഇതിലൂടെ ഇങ്ങനെ വളഞ്ഞൊഴുകുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലാണ് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള താജ്മഹൽ നിലനിൽക്കുന്നത്. താജ്മഹലിനോടനുബന്ധിച്ച് തന്നെ താജ് മ്യൂസിയം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതുകൂടി കാണണമെന്നാണെങ്കിൽ നമുക്ക് അതുകൂടി കൂട്ടി പേ ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. മുഗൾ ചക്രവർത്തിയുടെ കാലത്ത് ഈ ഒരു മൈതാനം മുഴുവനും ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും ഒക്കെ മരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ താജ്മഹൽ നമുക്ക് ദൂരെ നിന്നും ഇതുപോലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് ഇതൊരു ബ്രിട്ടൻ മാതൃകയിൽ ഇങ്ങനെ പുൽമൈതാനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന താജ്മഹലാക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്ന് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.